ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് എല്ലാവരും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മേ, ഈ മൈദിലി എന്തെങ്കിലും ഒപ്പിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ, നമ്മളെല്ലാവരും ഇവിടെ ഇല്ലേ മോളെ, അവൾ എന്ത് ചെയ്യാനാണെന്ന് നന്ദിനി ചോദിക്കുന്നു. അതേസമയം വേഷം മാറി അങ്ങോട്ടേക്ക് വരികയാണ് വൈശാഖ്. വൈശാഖിനെ കണ്ടയുടൻ തന്നെ മൈഥിലി വൈശാഖിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. വൈശാഖെ, നീ ഇതെന്ത് ഭാവിച്ച അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് വൈശാഖിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് മൈഥിലി. അതേസമയം അങ്ങോട്ടേക്ക് ജയരാമൻ വരുന്നു. നീ എന്താ ഇവിടെയെന്ന് ജയരാമൻ ചോദിക്കുമ്പോ, അത് പിന്നെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണെന്ന് മൈഥിലി പറയുന്നു. അതിന് ഇവിടെ വാഷ്റൂം ഇല്ലല്ലോ. ഉണ്ടുണ്ട്, ആ അറ്റത്തുണ്ടെന്ന് മൈഥിലി പറയുമ്പോ മൈഥിലിയെ സംശയത്തോടെ നോക്കുകയാണ് ജയരാമൻ. ഷോ, ഇയാൾക്കിനി വല്ല ഡൗട്ടും തോന്നിക്കാണുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് മൈഥിലി. അതേസമയം കാർത്തിയെ വിളിപ്പിക്കുകയാണ് ജയറാമൻ. നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിപ്പിച്ചത്. എന്താ അമ്മാവ, എന്താ കാര്യം? ആ മൈഥിലിയുടെ മേലെ ഒരു കണ്ണ് വേണം. അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. അവളുടെ മുഖം കണ്ടാലേ അറിയാം എന്തൊക്കെയോ രഹസ്യങ്ങള് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന്. അത് എനിക്കും തോന്നിയിട്ടുണ്ട് വല്യമ്മാവ എന്ന് കാർത്തിയും പറയുന്നു. തുടർന്ന് ഇപ്പൊ മൈഥിലിയെ കണ്ട കാര്യവും മൈഥിലി പറഞ്ഞ കാര്യവുമെല്ലാം ജയറാമൻ കാർത്തിയോട് പറയുന്നു. കാർത്തി, നീ എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ജയറാമൻ അവിടുന്ന് പോകുമ്പോ, അവൾക്ക് എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിലെ ആനിവേഴ്സറി സെലിബ്രേഷനുകൾ ആരംഭിക്കുന്നതാണ്. ആദ്യമായി സ്ത്രീകളുടെ കസേരകളി മത്സരമാണെന്ന് ആങ്കർ പറയുമ്പോ മീനാക്ഷി എഴുന്നേറ്റ് ചെല്ലുകയാണ്. മീനാക്ഷിയുടെ പിന്നാലെ തന്നെ മൈഥിലിയും ചെല്ലുന്നു. മത്സരത്തിനൊടുവിൽ മീനാക്ഷി ജയിക്കുകയാണ്. തുടർന്ന് അടുത്ത മത്സരത്തിനായി ആങ്കർ കപ്പിൾസിനെ എല്ലാവരെയും വിളിക്കുകയാണ്. ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങളെ കുറിച്ചെല്ലാം പറയുന്ന ഭാര്യമാർക്കായിരിക്കും ഫസ്റ്റ് സമ്മാനം കിട്ടുന്നത്. എന്തിനാ മോളെ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോ, അമ്മയും ഒരു കപ്പിളല്ലേ എന്ന് മീനാക്ഷി പറയുന്നു. ഭർത്താക്കന്മാരോട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം ചോദിച്ച് ഞങ്ങൾ ഇവിടെ എഴുതി വെക്കും. എന്നിട്ടാകും ഭാര്യമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മോളെ, കുഞ്ഞു മൈഥിലിയുടെ കയ്യിലല്ലേ, ഞാൻ പോയി കുഞ്ഞിനെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ പോയിരിക്കുമ്പോ, ദേവി മത്സരിക്കുന്നില്ലേ എന്ന് ജയരാമൻ ചോദിക്കുന്നു. ഇല്ലെന്ന് പറയുമ്പോ നന്ദിനിയുടെ അടുത്ത് നിന്ന് ഇരിക്കുകയാണ് ജയരാമൻ. അങ്ങനെ ആദ്യം തന്നെ വേദിയിലേക്ക് വിളിക്കുന്നത് മീനാക്ഷിയാണ്. അങ്ങനെ മത്സരത്തിനൊടുവിൽ ആ റൗണ്ടിലും മീനാക്ഷി തന്നെ ജയിക്കുന്നു. എന്റെ മോള് ജയിക്കുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ കാർത്തിമോനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് നന്ദിനി പറയുമ്പോ ചിരിച്ചുകൊണ്ട് നന്ദിനിയെ നോക്കുകയാണ് ജയരാമൻ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത റൗണ്ട് മത്സരത്തിനായി ആണുങ്ങളെല്ലാം വേദിയിലേക്ക് വിളിക്കുന്നതാണ്. അതേസമയം വൈശാഖ് വേഷം മാറിയ ഒരു കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വൈശാഖ് കത്തിയുമായി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും അവളെ കൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അവളെ കൊല്ലുന്നത് ലൈവായിട്ട് കാണാൻ സാധിക്കുമല്ലോ, അത് തന്നെ നല്ല കാര്യമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് മൈഥിലി. അങ്ങനെ വൈശാഖ് മീനാക്ഷിയുടെ അടുത്തേക്ക് കത്തിയുമായി ചെല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും വേദിയിലേക്ക് എല്ലാ സ്ത്രീകളെയും വിളിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി അവിടെയുള്ള രണ്ട് സ്ത്രീകളെയും കൂട്ടി സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.